555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. 7 മണിക്കൂറിനുള്ളിൽ ഈ റീഡിംഗ് നിങ്ങൾ കാണുവാനിടയായാൽ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും മറച്ചു വെച്ച ചില രഹസ്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ചുരുളഴിയുന്നതായിരിക്കും. 8 കാർഡ്സിന്റെ റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ പറഞ്ഞതാണ് ടോപ്പിക്. അപ്പൊ നമുക്ക് അധികം വൈകാതെ തന്നെ കാർഡ്സ് റീഡിങ്ങിലേക്ക് പോകാം. അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് നമ്മളത് വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും. സോ ആദ്യമേ തന്നെ നമ്മൾ നോക്കിയിട്ടുള്ളത് ഡിവൈൻ മെസ്സേജസ് ആണ്. ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പില് ഡിവൈൻ പവർ, അതായത് ദൈവം അല്ലെങ്കിൽ ഈ ഒരു പ്രപഞ്ച ശക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഫസ്റ്റ് 2 കാർഡ്സ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. ഡിവൈൻ മെസ്സേജസ് ഫ്രം ദിസ് റിലേഷൻഷിപ്പ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ കാർഡ് നോക്കാം, രണ്ടാമത്തേത് എന്നിട്ട് അടുത്തത് നോക്കാം. സോ ദിസ് വിൽ ബി ദ ഫസ്റ്റ് കാർഡ് ദാറ്റ് വി ഗോട്ട് ടുഡേ. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. യെസ്, ട്രൂ ഓഫറിംഗ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. True offering takes what can be an unbearable cross and returns it to love. Okay. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു, അതായത് ഡിവൈൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു നിങ്ങൾക്ക് ഡിവൈനിൽ ട്രസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു കണക്ഷനിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ വിശ്വസിക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഫസ്റ്റ് നമുക്ക് ലഭിച്ചിട്ടുള്ള ഡിവൈൻ ബ്ലെസ്സിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിവൈൻ മെസ്സേജ് എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനിൽ വിശ്വസിക്കാം എന്നുള്ള രീതിയിലുള്ള കാർഡാണ് നമുക്ക് ആദ്യമേ തന്നെ കിട്ടിയിട്ടുള്ളത്. ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇത്രയും കാലത്തെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ നിങ്ങൾക്ക് നന്ദിയോടെയും പറയാൻ സാധിക്കുന്ന വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കണക്ഷൻ ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, അങ്ങനെ തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാനും താല്പര്യപ്പെടുന്നത്. വളരെയധികം ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ എനർജീസ് ഉള്ള പോസിറ്റിവിറ്റി നിറഞ്ഞു നിൽക്കുന്ന ഒരു കണക്ഷൻ ആയിട്ട് കാണിക്കുന്നു. അതുപോലെ നിങ്ങൾക്കിടയിൽ ഇപ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകാം, സെപ്പറേഷൻ അവസ്ഥകൾ ഉണ്ടാകാം, ഐസോലേറ്റഡ് ആയിരിക്കാം. പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും അതെല്ലാ കണക്ഷൻസിനും ഉള്ളതാണ്. പക്ഷെ ചില കണക്ഷൻസിൽ ഇതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നെഗറ്റീവ് ആയിരിക്കും. പക്ഷെ ഇവിടെ നമുക്ക് നെഗറ്റീവ് മാത്രമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് ഇതിലൂടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊരു, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ട്രൂ ഓഫറിംഗ് ആണ്, ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജി തന്നെയാണ് എന്നാണ് ഡിവൈൻ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ്. സെയിം കാര്യം തന്നെ നമുക്ക് ഒരു മെസ്സേജും കൂടി നമ്മൾ ഡിവൈൻ എടുത്തിട്ടുണ്ട്. എന്താന്ന് നോക്കാം. റൈറ്റ് ആക്ഷൻ ആണ്. യെസ്, ലെറ്റ് എവറിത്തിങ് ദാറ്റ് വാണ്ട്സ് ടു ഗോ ആൻഡ് എവറിത്തിങ് ദാറ്റ് വാണ്ട്സ് ടു കം. അപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, ഈ ഒരു കാർഡിലൂടെ ഡിവൈൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഇതില് ഈ ഒരു റിലേഷൻഷിപ്പില് നിങ്ങളെ വിട്ടു പോയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാകും അല്ലേ? നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെടും, പല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു കണക്ഷനിൽ there are so many things that wants to go. അതായത് നിങ്ങളെ വിട്ടും ഈ പേഴ്സണെ വിട്ടും പുറത്തേക്ക് പോകേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ. അറ്റ് ദ സെയിം ടൈം നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളെ സന്തോഷപ്പെടുത്തുന്ന രീതിയിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരിക തന്നെ ചെയ്യും. അപ്പോൾ ചില നഷ്ടപ്പെടലുകൾ നിങ്ങൾക്കുണ്ടായേക്കാം, നിങ്ങളുടെ പേഴ്സണും ഉണ്ടായേക്കാം, ഈ റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകാം. പക്ഷേ ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ പോലും ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ പോസിറ്റീവായിട്ട് തന്നെ വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു റൈറ്റ് ആക്ഷൻ ആണ്. അതായത് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും കൃത്യമായിട്ടുള്ള സാഹചര്യത്തിൽ കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനുമുള്ള കഴിവും നിങ്ങൾക്കുണ്ടാകണം എന്നും കൂടിയാണ് ഡിവൈൻ മെസ്സേജസ് പറയുന്നത്. ഓക്കെ,
അപ്പൊ തീർച്ചയായിട്ടും ഇതിൽ ഈ റിലേഷൻഷിപ്പിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോകും. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോയത്, നിങ്ങൾ അത്രയും സ്നേഹിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്ന് വിചാരിച്ച ഒരു കാര്യമായിരുന്നു, പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾ ഉപേക്ഷിച്ചു പോയി? ഓക്കെ, അപ്പോൾ അതിനുള്ളൊരു ഉത്തരവാണിത്. നിങ്ങളെ വിട്ട് പല കാര്യങ്ങളും പോകും, പക്ഷേ ആ ഒരു കാര്യം ചിലപ്പോൾ നിങ്ങളെ വിഷമിപ്പിച്ചേക്കാം, എങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരിക തന്നെ ചെയ്യും. നെക്സ്റ്റ് എനർജി, 7 മണിക്കൂറിനുള്ളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? 7 മണിക്കൂർ എന്ന് പറയുന്ന ആ ഒരു എനർജി വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ റീഡിങ്. അപ്പോൾ 7 മണിക്കൂറിനുള്ളിൽ ഈ റീഡിങ് നിങ്ങൾ കാണാനിടയായാൽ എന്തായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകാൻ പോകുന്ന സ്പെഷ്യൽ എനർജീസ് അല്ലെങ്കിൽ മാറ്റങ്ങൾ? നമുക്ക് നോക്കാം. യെസ്, ഇല്യൂഷൻസ് ആണ്. ബിവെയർ ഓഫ് ലവ്സ് ഇല്യൂഷൻസ്, സീ റിയാലിറ്റി ക്ലിയർലി. സോ വി ക്യാൻ സേ ദാറ്റ് ഇവിടെ തീർച്ചയായിട്ടും ഒരു തെറ്റിദ്ധാരണകൾ, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അത് തെറ്റിദ്ധാരണകൾ മാത്രമല്ല, വേറെ ആൾക്കാരുടെ സാന്നിധ്യവും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. അത് ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യങ്ങളായിരിക്കാം. എന്തുകൊണ്ടോ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കൂടുതൽ സംശയം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത് നമുക്ക് പറയാനായിട്ട് പറ്റും. കൂടുതൽ സംശയങ്ങൾ തോന്നിപ്പിക്കുന്ന സാഹചര്യങ്ങളാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് ചില സമയത്ത് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. കാരണം നിങ്ങൾ എത്രത്തോളം ഇത് ആശ്വസിക്കാം എന്ന് വിചാരിച്ചാൽ പോലും നിങ്ങളെ കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കണ്ടിന്യൂഷൻ ആയിട്ട് ഈ റിലേഷൻഷിപ്പിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും, അല്ലെങ്കിൽ സത്യസന്ധമായ കാര്യങ്ങൾ എന്താണോ അത് നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ് 1-2 പ്രാവശ്യം കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങളൊന്ന് കാണുകയാണെങ്കിൽ അതൊരു ഈസിയസ്റ്റ് മാനിഫെസ്റ്റേഷൻ ആണ്. അത് നിങ്ങളുടെ സോള് അട്രാക്റ്റ് ചെയ്യുകയും 7 മണിക്കൂറിനുള്ളിൽ എന്തെങ്കിലും ഒരു പോസിറ്റിവിറ്റി നിങ്ങൾക്ക് ലഭിക്കാനായിട്ടുള്ള സാധ്യതകളാണ് കൂടുതലും കാണിക്കുന്നത്. അവിടെ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്തിട്ടുള്ള എനർജി എന്ന് പറയുന്നത് ഇല്യൂഷൻസ് ആണ്, തെറ്റിദ്ധാരണകളാണ്. തെറ്റിദ്ധാരണകൾ ഒരുപാട് ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന മെസ്സേജ്. അപ്പൊ ആ ഒരു തെറ്റിദ്ധാരണകളിൽ ഏതെങ്കിലും ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ചിലപ്പോൾ അതിൻ്റെ റിയാലിറ്റി എന്താണോ അത് നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അപ്പൊ 7 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണാൻ ഇടയായാൽ ഈ ഒരു റിലേഷൻഷിപ്പില് ചില ഇല്യൂഷൻസ്, അനാവശ്യമായിട്ടുള്ള സംശയങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുറന്തള്ളപ്പെടും, എലിമിനേറ്റ് ചെയ്തു പോകും എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഈ പേഴ്സന്റെ നിലപാട് എന്താണ് എന്നുള്ളത് നോക്കാം. അപ്പൊ നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ നിലപാട് എന്താണ്? ഓക്കെ, നമുക്ക് നോക്കാം. സൺ എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. പെയിന്റ് ദ സൺ ബാക്ക് ഇൻ ടു യുവർ സ്കൈ. നമുക്ക് കാണാൻ സാധിക്കും ഇതൊരു സ്കൈ ആണ്, ആകാശമാണ്. ഈ ആകാശം വളരെയധികം ഇരുണ്ട നിറത്തിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അതായത് ചിലപ്പോൾ അത് രാത്രി ആയിരിക്കാം, അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, ഒരു ഡാർക്ക് ആയിട്ടുള്ള സ്കൈ ആണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അവിടെ വെളിച്ചം വന്നിരിക്കുന്നത് എപ്പോഴാണ്? സൂര്യനെ വരച്ചപ്പോഴാണ് അല്ലേ? ഈ പെയിന്റ് ചെയ്യുന്ന ഈ ഒരു കുട്ടി തൻ്റെ സൂര്യനെ വരച്ചപ്പോഴാണ് ഈ ആകാശം മുഴുവനും ഭംഗി നിറഞ്ഞതായത്, അല്ലെങ്കിൽ ഈ ആകാശം കുറച്ചും കൂടി മനോഹരമായത്, ആകാശത്തിലേക്ക് വെളിച്ചം വന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിവിടെയും ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അതായത് ഈ സൂര്യൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പെയിന്റ്
ചെയ്യുന്ന വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ആണ്. ഈ പേഴ്സൺ പല ദുർഘടം പിടിച്ച സാഹചര്യങ്ങളിലൂടെയും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് സ്വയം ക്രിയേറ്റ് ചെയ്തതായിട്ടും അല്ലെങ്കിൽ അനാവശ്യമായ വ്യക്തികളെ ഈ പേഴ്സന്റെ ലൈഫിലേക്ക് കൊണ്ടുവന്നത് കൊണ്ടാണ് ഈ വ്യക്തിക്ക് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നതെന്നും ഉള്ള അങ്ങനെ ഒരു തിരിച്ചറിവ് ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്, കറുത്തിരണ്ടിരിക്കുന്ന ആകാശത്തിലേക്ക് വെളിച്ചം പകരാനായിട്ട് ഈ കുട്ടി കഷ്ടപ്പെട്ട് പെയിന്റ് അടിക്കുകയാണ്, സൂര്യനെ വരക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരാശയമാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നിങ്ങളുടെ പേഴ്സന്റെ ലൈഫിലേക്ക് നിങ്ങളുടെ പേഴ്സന്റെ ലൈഫ് ഇരുട്ടിലാക്കിയത് നിങ്ങളുടെ പേഴ്സൺ തന്നെയാണ്. അപ്പോൾ ആ ഇരുട്ടായ ജീവിതത്തിലേക്ക് വെളിച്ചം കൊണ്ടുവരേണ്ടതും ആരുടെ ആവശ്യമാണ്, ഈ പേഴ്സന്റെ ആവശ്യമാണ്. ഓക്കെ, എന്നാൽ മാത്രമേ അവിടെ മനോഹരം ആവുകയുള്ളൂ. അല്ലാത്ത പക്ഷം കറുത്തിരണ്ടിരിക്കുന്ന ഒരാകാശം, അത്രേ ഉള്ളൂ. അതിന് വലിയ മനോഹാരിതയൊന്നുമില്ല. പക്ഷെ അതിലേക്ക് സൂര്യനെ വരുമ്പോഴാണ് അല്ലെങ്കിൽ ചന്ദ്രനെ വരുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. അപ്പോൾ ഇതാണ് ഈ പേഴ്സന്റെ മെന്റാലിറ്റി അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിലപാട്. എന്താന്ന് വെച്ചാല് സ്വന്തമായി ഇരുട്ടാകാതെ, കണ്ണടച്ച് ഇരുട്ടാക്കാതെ, കണ്ണു തുറന്നുകൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കുകയും ചുറ്റുപാട് നടക്കുന്ന സംഭവ വികാസങ്ങളെ കുറിച്ച് ചിന്തിക്കുവാനും കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാനും മറ്റുള്ളവരെ മനസ്സിലാക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ പേഴ്സന്റെ നിലപാട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ എനർജി. ഈ വ്യക്തിക്ക് നിങ്ങളിൽ നിന്നും മറച്ചു വെച്ച സത്യങ്ങൾ അല്ലെങ്കിൽ രഹസ്യങ്ങൾ എന്താണ്? നമ്മൾ അതിന് വേണ്ടിയിട്ട് 2 കാർഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ രഹസ്യം എന്താണ് എന്നുള്ളത് നോക്കാം. യെസ്, മെജീഷ്യൻ ആൻഡ് ദ മിറർ ആണ്. പക്ഷെ നമുക്ക് ഈ ഒരു കാർഡ് റിവേഴ്സ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. സോ വി ക്യാൻ സേ ദാറ്റ് ഈ ഒരു പേഴ്സണ്, നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിക്ക് നല്ല രീതിയിലുള്ള ഒരു പവർ ഉള്ള വ്യക്തിയായിട്ട് കാണിക്കുന്നു. അതായത് ഈ ഒരു കാർഡ് തന്നെ സൂചിപ്പിക്കുന്നത് ഒരു മെജീഷ്യൻ എനർജിയെ ആണ്. ഈ മെജീഷ്യൻ എനർജി എന്ന് പറയുന്നത് വളരെയധികം മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിവുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചാൽ തന്നെ അത് നേടിയെടുക്കാൻ കഴിവുള്ള, അതുപോലെ മന്ത്രങ്ങള്, തന്ത്രങ്ങള്, പ്രാർത്ഥനകള്, അല്ലെങ്കിൽ പാരമ്പര്യപരമായിട്ട് കിട്ടിയിട്ടുള്ള എന്തെങ്കിലും സിദ്ധികള്, അല്ലെങ്കിൽ തേർഡ് ഐ ചക്ര ഓപ്പൺ ആയിരിക്കാം, ഇൻഡ്യൂഷൻ ക്ലിയർ ആയിരിക്കാം. ഓക്കെ, ഇങ്ങനത്തെ ഒരു വ്യക്തികളെ, ഇത്രയും സവിശേഷതകളുള്ള വ്യക്തികളെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഇപ്പൊ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉള്ള ഒരു പേഴ്സൺ ആണ്. പക്ഷെ ചില സമയങ്ങളിൽ ഈ പേഴ്സൺ വേറെ പല കാര്യങ്ങളിലേക്കും പ്രാധാന്യം കൊടുത്തിട്ട് അതിലേക്ക് പോയതായിട്ടാണ് കാണിക്കുന്നത്. ഈ പേഴ്സന്റെ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട എന്തോ ഒരു കാര്യത്തിലേക്ക് ഈ പേഴ്സൺ മാറിപ്പോയതായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു കാര്യം എന്താണ് എന്ന് പോലും ഒരു പക്ഷെ നിങ്ങളോട് ഈ പേഴ്സൺ തുറന്നു പറഞ്ഞിട്ടില്ലായിരിക്കാം. അത് ചിലപ്പോൾ പുതിയ വീട് വെക്കുന്നതാകാം, ജോലി സംബന്ധമായ കാര്യങ്ങളാകാം, അല്ലെങ്കിൽ വേറെയും പ്രപ്പോസൽസ് വന്നിട്ട് ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആകാം. അങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം. പക്ഷേ ഈ വ്യക്തി എന്താണോ നിങ്ങൾക്ക് മുന്നിൽ മറച്ചു വെച്ചുകൊണ്ട് ചെയ്യാൻ ശ്രമിച്ചത്, ആ കാര്യങ്ങൾ വിജയിച്ചില്ല എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അതായത് ഇനിയിപ്പോൾ നിങ്ങളെക്കാൾ ബെറ്റർ ഓപ്ഷൻ നോക്കിപ്പോയതാണോ, നിങ്ങളെക്കാൾ ബെറ്റർ ആയിട്ടുള്ള വേറെ റിലേഷൻഷിപ്പ് കിട്ടും എന്ന് വിചാരിച്ചു പോയതാണോ, അല്ലെങ്കിൽ തേർഡ് പാർട്ടി പറയുന്നത് അനുസരിച്ച് നിന്നതാണോ, എന്താണെന്നൊന്നും അറിയില്ല. പക്ഷെ ഏത് കാര്യത്തിലാണോ ഈ വ്യക്തി ഡയറക്ഷൻ തെറ്റിപ്പോയത്, ആ ഒരു കാര്യം നടന്നില്ല എന്നുള്ളത് കാണിക്കുന്നു. അത് നല്ല രീതിയിൽ തന്നെ ഈ പേഴ്സന്റെ സ്വാർത്ഥതയാണ് സൂചിപ്പിക്കുന്നത്. അതായത് സ്വന്തം കാര്യം വിജയിക്കണം, സ്വന്തം കാര്യം നടക്കണം, ആ ഒരു ചിന്താഗതിയാണ് ഈ പേഴ്സന് ഉണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു ചിന്താഗതി കാരണം ഈ പേഴ്സന് ആ ഒരു കാര്യത്തിൽ വിജയം കൈവരിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് കാണിക്കുന്നു. ഓക്കെ, ഇതാണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ള ഒരു ഹിഡൻ എനർജി എന്ന് പറയുന്നത്. ചിലപ്പോൾ ഈ പേഴ്സൺ എന്താണ് ചെയ്യാൻ വിചാരിച്ചത്
ആ ഒരു കാര്യം മറ്റാരെങ്കിലും വഴി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകണം, നിങ്ങളുടെ ചെവിയിൽ എത്തിയിട്ടുണ്ടാകണം, നിങ്ങൾ ചിലപ്പോൾ അത് ഈ പേഴ്സണോട് ചോദിച്ചിട്ടുണ്ടാകണം. ഓക്കെ, പക്ഷേ ഈ പേഴ്സൺ നിങ്ങളെ മാറ്റി നിർത്തിയിട്ട് ചെയ്ത എന്തോ ഒരു കാര്യം അത് വിജയിച്ചില്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അതിപ്പോഴും ഒരു ചുരുളഴിയാത്ത സത്യമായി നിലനിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു രഹസ്യമായി നിലനിൽക്കുന്നു. ആൻഡ് ഓൾസോ നെക്സ്റ്റ് രഹസ്യം എന്ന് പറയുന്നത് ഡീപ്പ് ഇമോഷൻസ് ആണ്, അൺനോൺ ഫീലിങ്സ്, പാസ്റ്റ് ലൈഫ് ഇൻഫ്ലുവൻസ് ആണ്. ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ അറിയാത്ത, അതായത് നിങ്ങളുടെ ചെവിയിൽ എത്താത്ത, നിങ്ങളിലേക്ക് വരാത്ത എന്തോ ഒരു ഫീലിങ്സ്, എന്തോ ഒരു കാര്യം ഈ പേഴ്സന്റെ ലൈഫിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് കാണിക്കുന്നു. അത് കൂടുതലും പാസ്റ്റ് ലൈഫിൽ നിന്നാണ്. അപ്പൊ പാസ്റ്റ് ലൈഫിൽ നിന്ന് പറയുമ്പോൾ പാസ്റ്റ് എനർജി, അതായത് നിങ്ങൾ ഈ പേഴ്സന്റെ ലൈഫിലേക്ക് വരുന്നതിന് മുൻപ് പാസ്റ്റ് ആണല്ലോ, പണ്ടത്തെ കാര്യം. ആ പണ്ടത്തെ കാലഘട്ടത്തിലോ പണ്ടത്തെ ജീവിതത്തിലോ ഈ പേഴ്സന്റെ ലൈഫിൽ നടന്നിട്ടുള്ള എന്തോ ഒരു കാര്യമാണ്, അതിനെ റിലേറ്റ് ചെയ്തിട്ട് വീണ്ടും ഒരു ഇഷ്യൂ ഉണ്ടായതായിട്ട് കാണിക്കുന്നു. മനസ്സിലായോ? അപ്പൊ അത് നിങ്ങൾക്ക് അറിയാനായിട്ട് ഒരു സാധ്യതയും ഇല്ല. അതാണ് അൺനോൺ ഫീലിങ്സ്. പക്ഷേ ഇവിടെ ഈ പേഴ്സൺ അതുകൊണ്ട് തന്നെ വളരെയധികം ഇമോഷണൽ ആകുന്നുണ്ട്, മനസ്സ് സ്വസ്ഥമാകുന്നില്ല, എപ്പോഴും ചിന്തിച്ചാലും ഊണിലോ ഉറക്കത്തിലോ ഒക്കെ ആ ഒരു ചിന്ത തന്നെ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതും ഒരു രഹസ്യമായിട്ടുള്ള ഒരു ഫീലിങ്സ് ആയിട്ടാണ് കാണിക്കുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് ഈ ബന്ധത്തിൽ മറഞ്ഞു കിടക്കുന്ന എനർജീസ് എന്താണ് എന്നുള്ളത് നോക്കാം. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഹിഡൻ ആയിട്ട് കിടക്കുന്ന എനർജീസ് എന്താണ് എന്നുള്ളത് നോക്കാം. 2 കാർഡ്സ് ആണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്, അതൊരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. വാവ്, ഫസ്റ്റ് തന്നെ ട്വിൻ ഫ്ലെയിം ആണ് കിട്ടിയിട്ടുള്ളത്. ട്രസ്റ്റ് ദ മാഗ്നറ്റിക് പുൾ ഓഫ് യുവർ ട്വിൻ ഫ്ലെയിം, ഇറ്റ് വിൽ ഗൈഡ് യു ടുവേർഡ്സ് ദം. ഓക്കെ, അപ്പോൾ നിങ്ങൾ 2 പേരും ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്ത് വേറെ വേറെ വഴിക്ക് പോകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പലതവണയും നിങ്ങൾ 2 പേരും അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ അത് നടന്നിട്ടില്ല. അതിന് വേണ്ടിയിട്ട് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തു, പ്രോബ്ലംസ് ഉണ്ടാക്കി, വാക്ക് തർക്കം ചെയ്തു, തേർഡ് പാർട്ടിയെ ചൊല്ലി പ്രോബ്ലംസ് ഉണ്ടായി. പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും നിങ്ങൾ 2 പേരെയും നിങ്ങളിലേക്ക് തന്നെ വലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജി, ആൻഡ് അത് ഹിഡൻ ആയിട്ട് കിടക്കുന്നത് ട്വിൻ ഫ്ലെയിം എനർജിയാണ്. മേ ബി ഇതൊരു ട്വിൻ ഫ്ലെയിം ജേണി ആയിരിക്കാം നിങ്ങളുടേത്. ഇറ്റ്സ് എ ജനറൽ റീഡിംഗ്. അതുകൊണ്ട് ഈ റീഡിംഗ് കാണുന്ന എല്ലാവരും ട്വിൻ ഫ്ലെയിം ആണ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ നല്ല രീതിയിൽ തന്നെ ഒരു ട്വിൻ ഫ്ലെയിം എനർജി എനിക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ട്വിൻ ഫ്ലെയിമിന്റെ കാർഡ് കിട്ടുകയാണെങ്കിൽ അത് നിങ്ങളോട് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ എവിടെ പോയിട്ടും കാര്യമില്ല, ബിക്കോസ് ഇറ്റ്സ് എ ട്വിൻ ഫ്ലെയിം എനർജി. മാഗ്നറ്റിക് പുൾ ഓഫ് യുവർ ട്വിൻ ഫ്ലെയിം എന്നാണ്. മാഗ്നറ്റിക് എനർജി, മാഗ്നറ്റിക് അട്രാക്ഷൻ, കാന്തിക ശക്തി നിങ്ങൾ 2 പേരെ വലിച്ചടിപ്പിക്കും എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു എനർജിയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ചാരിഷ്മ, ലവ് ഫ്ലോസ് ടു യു, യു റേഡിയേറ്റ് ചാരിസ്മ ആൻഡ് ചാം. അട്രാക്റ്റീവ് ആൻഡ് എനർജറ്റിക് കണക്ഷൻ ആണ് നിങ്ങൾക്കിടയിലുള്ളത്. നിങ്ങൾ 2 പേരും ഒരുങ്ങി നടക്കാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ, നല്ല നല്ല സംസാരങ്ങൾ സംസാരിക്കാൻ, സൗന്ദര്യം ആസ്വദിക്കാൻ, നല്ല ഭക്ഷണം കഴിക്കാൻ, ഡാർക്ക് കളേഴ്സ് ഒക്കെ നിങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് 2 പേർക്കും ഏകദേശം കുറേ കാര്യങ്ങൾ സെയിം ആണ്, ഇഷ്ടങ്ങളാണെങ്കിലും ഇഷ്ടക്കേടുകളാണെങ്കിലും. ഓക്കെ, അപ്പൊ ഇവിടെ വളരെയധികം മാഗ്നറ്റിക് ആയിട്ടുള്ളൊരു എനർജി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ട്. അത് തളം കെട്ടി നിൽക്കുന്നുണ്ട്. അത് നമുക്കിവിടെ ക്ലിയർ കട്ടായിട്ട് കാണാൻ സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ 2 പേരും വളരെയധികം അട്രാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങളെ വേറെ ആൾക്കാർ നോട്ടമിട്ട് വെച്ചിട്ടുണ്ട്, വേറെ ആൾക്കാർ നിങ്ങൾക്ക് പ്രപ്പോസൽസ് ആയിട്ടൊക്കെ വരുന്നുണ്ടാകാം.
അങ്ങനെ വളരെയധികം അട്രാക്റ്റീവ് ആയിട്ടുള്ള 2 പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ റിലേഷൻഷിപ്പിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് ലെറ്റ് us wind up. ഉത്രാടം നാള് കിട്ടിയിട്ടുണ്ട്, സ്പിരിച്വൽ സപ്പോർട്ട്, മൂലം നാള്, പ്യുവർ കമ്മ്യൂണിക്കേഷൻ, പവർഫുൾ ഇൻറ്റ്യൂഷൻ, സ്പിരിച്വൽ പ്രാക്ടീസസ്, പാസ്റ്റ് ലൈഫ് കണക്ഷൻ, മുജ്ജന്മ ബന്ധം, സോൾമേറ്റ് കണക്ഷൻ, മാനിഫെസ്റ്റേഷൻ, മകം നാള്, അശ്വതി നാള്, ചതയം. ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതെനിക്കൊരു മോട്ടിവേഷനാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് ഒരു ലൈക്ക്. നിങ്ങൾക്ക് സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഇങ്ങനത്തെ വീഡിയോസ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ കമൻറ്റ് ബോക്സ് നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റിൽ പറയണം. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബൈ.